മക്കൾ, നിങ്ങൾ എപ്പോഴും തവക്കൽതു അലല്ലാഹ് എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണേ. അത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവേ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിനക്ക് സംരക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലമെന്താ? ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ. ഏത് പ്രതിസന്ധിയിലും പടച്ചവനെ എത്ര വലിയ പ്രയാസമുണ്ടായാലും ആ പ്രയാസത്തിന്റെ സമയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ ഉണ്ടല്ലോ, ഒരു ശക്തിയുണ്ടല്ലോ. പടച്ചവനെ ക്യാൻസർ രോഗം പിടിച്ചിട്ട് വല്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ക്യാൻസർ പിടിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിലാണ്. അടുത്ത് ചെല്ലുമ്പോ പോകുന്നവന്റെ മുഖത്ത് വിഷമമുണ്ട്. പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുകയാ. ആ ചെറുപ്പക്കാരനെ കാണാൻ പോയപ്പോ പടച്ചവനെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. പടച്ചവനെ കാണാൻ പോകുന്നവന്റെ മുഖത്തൊരു വിഷമമുണ്ട്. എങ്ങനെയുണ്ട് മോനെ? ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് ചെന്നിട്ട് എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു, അൽഹംദുലില്ലാഹ്, സുഖമാണ് ഉസ്താദേ, അൽഹംദുലില്ലാഹ്, സുഖമാണ് ഉസ്താദേ. പടച്ചവൻ എനിക്കൊരു ചെറിയ പരീക്ഷണം തന്നു. എനിക്ക് കണ്ണ് കാണാമല്ലോ, എനിക്ക് ചെവി കേൾക്കാമല്ലോ, എനിക്ക് നടക്കാമല്ലോ, എനിക്ക് ബാത്റൂമിൽ പോകാമല്ലോ, എനിക്ക് നിസ്കരിക്കാമല്ലോ, എനിക്ക് സുജൂദ് ചെയ്യാമല്ലോ. പക്ഷേ അതിന് പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട്? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട്? അല്ല, എനിക്ക് അങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ, എനിക്കല്ല അങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിൽ പ്രയാസം വന്ന റബ്ബിന്റെ തീരുമാനമല്ലേ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് നീ പഠിച്ചവനാ പെങ്ങളെ. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് നീ വിശ്വസിച്ചാലേ നീ മുസ്ലിമാകൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിൽ സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, എന്തുണ്ടായാലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ. തവക്കൽതു അലല്ലാഹ്. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി അല്ല തുറക്കുമല്ലോ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. മോളെ, എങ്ങനെയാ മക്കളെ കെട്ടിക്കുന്നത്? ഭർത്താവ് പറയുന്നു, പടച്ചവനെ മക്കള് വളർന്നു വരുന്നു, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുന്നത്? അല്ലാഹുവുണ്ടല്ലോ. തവക്കൽതു അലല്ലാഹ്. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? അത് സമയമാകുമ്പോ പടച്ച റബ്ബ് ഒരു വഴി തുറന്നു തരുമല്ലോ. അല്ലാതെ ലോൺ എടുക്കാനല്ല, പലിശക്കെടുത്തിട്ട് കെട്ടിക്കാ. എന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് കെട്ടിക്കാ. വേണ്ട പെങ്ങള്, വേണ്ട പെങ്ങള്, അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വന്നാലും പറഞ്ഞോ, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ഇത് അല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ. വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അൻ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലു ലർസുകുതും കമാ തുർസുകു തയ്ർ തഉദു ഖിമാസാ വതർഹു ബിതാലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ എന്തേ കാണാത്തത്? അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്താ? നിന്റെ ഉപജീവനമുണ്ടല്ലോ, നിന്റെ കച്ചവടമുണ്ടല്ലോ, നിനക്ക് സമ്പത്ത് വരുന്ന വഴിയുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം വരുന്ന വഴിയുണ്ടല്ലോ. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുകയാ, അല്ലാഹു നിലനിർത്തി തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കാണാറുണ്ടല്ലോ രാവിലെ പ്രഭാതമായാൽ പക്ഷികൾ ഇങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ, നാനാഭാഗങ്ങളിലേക്ക് പറക്കുകയാ, നാനാഭാഗങ്ങളിലേക്ക് പറക്കുകയാ. അവരന്നം തേടാ പോവുകയാണ്. ഒരു പക്ഷിയും പട്ടിണി കിടക്കുന്നില്ല. ലോകത്തുള്ള ഒരു പക്ഷിയും പട്ടിണി കിടക്കുന്നില്ല. കടലിൽ സഞ്ചരിക്കുന്നവർക്കറിയാ, പടച്ചവനെ ഒരാഴ്ചകൾക്ക് മുമ്പ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ പട്ടിയില്ലല്ലോ, അവിടെ പാമ്പില്ലല്ലോ, പടച്ചവനെ കാക്കയില്ലല്ലോ, അവിടെ കള്ളില്ലല്ലോ. മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന 7 കിലോമീറ്ററോളം വീതിയുള്ള ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാട്ടിൽ ചെന്നിട്ട് ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ ഹദീസിന് ഓർമ്മ വന്നു, ഈ ഹദീസിന് ഓർമ്മ വന്നു. അല്ലാ, 4 ഭാഗങ്ങളിലും കടലാ, മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. ആ സമയത്താണ് റബ്ബേ ഇങ്ങനെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ. ആ കടലിന്റെ ബോട്ടിന്റെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ. അല്ലാ, അതിങ്ങനെ പറന്നു വന്നിട്ട് കടലിൽ നിന്നൊരു മീനിനെ ഇങ്ങനെ പിടിക്കുകയാണ്. പടച്ചവരെ, അള്ളയല്ലേ റിസ്ക് കൊടുക്കുന്നത്, അള്ളയല്ലേ റിസ്ക് കൊടുക്കുന്നത്. ഒട്ടിയ വയറുമായി പടച്ചവനെ പറവതന്റെ മക്കളോട് സലാം പറഞ്ഞു പറന്നു പോവുകയാ. വൈകുന്നേരം വയറ് നിറച്ച് കഴിച്ചിട്ട് തന്റെ മക്കൾക്കുമുള്ള ഭക്ഷണവുമായിട്ട് ആ പറവ തിരിച്ചു വരികയാ. റേഷൻ കടയിൽ ക്യൂ നിന്നിട്ടല്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ല, ആരെയും വഞ്ചിച്ചുണ്ടാക്കിയതല്ല, പിടിച്ചു പറിച്ചതല്ല, അല്ലാഹു കൊടുത്ത റിസ്കാ. അതുകൊണ്ട് സഹോദരാ, കടയിലേക്ക് പോകുമ്പോ നീ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പൊക്കോ. അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യുകയാ. ജോലിക്ക് പോകുമ്പോ പറയണം, തവക്കൽതു അലല്ലാഹ്, അല്ലാഹു നിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകുകയാ. ഏത് കാര്യത്തിലും നീ പറഞ്ഞോ, പടച്ചവനെ ടെൻഷനാണല്ലോ, എല്ലാവർക്കും വല്ലാത്ത പ്രയാസമാണ്. ഉമ്മമാര് മക്കളോട് പറയുന്നു, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല ജോലി കിട്ടിയാലേ ഒരുപാട് പണം കിട്ടൂ, പണം കിട്ടിയാലേ നല്ല പെണ്ണ് കിട്ടൂ, എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ പറ്റൂ. 5 വയസ്സുകാരനായ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മ പണത്തിനോടുള്ള ആർത്തിയാ. ഈ മക്കളൊക്കെ വഴിപടച്ചു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ? ഈ ചെറുപ്രായത്തിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എങ്ങനെയാ? നിന്റെ മക്കള് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ടീമിൽ പെട്ടുപോയത് എങ്ങനെയാ? നിന്റെ ഈ ആർത്തിയാവുമ്മ, നിന്റെ ഈ അത്യാഗ്രഹമാവുമ്മ. ഈ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനെ കുറിച്ചുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയല്ലേ? നീയല്ലേ നിന്റെ മക്കളോട് പറഞ്ഞത്, പണമുണ്ടെങ്കിൽ
ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത് 25 വയസ്സുകാരൻ ഗൾഫിൽ പോകുമ്പോഴല്ല നീ പറഞ്ഞു കൊടുത്തത്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന, LKG മുതൽ പഠിക്കുന്ന മക്കളോട്, 7ലും 8ലും പഠിക്കുന്ന മക്കളോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട്, എടാ പണം വേണമെങ്കിൽ നല്ലതുപോലെ പഠിച്ച് ജോലി ഉണ്ടാകണം, നല്ല നിലയിലാകണം. ആ പണത്തിനോടുള്ള ആർത്തി നീ ഇങ്ങനെ കുത്തിവെച്ചപ്പോ അതാ സൈഡ് ബിസിനസ് തുടങ്ങിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി, ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി. അവസാനം ഇന്നെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ പൊന്നാര മക്കളെത്തിയല്ലോ. എങ്കിലും അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പാവപ്പെട്ട സ്വഹാബിയാ, മരിക്കാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സാധാരണ ഒരു സഹാബിയല്ല. അബൂദറിന്റെ ചരിത്രം പഠിക്കണം, അബൂദറിന്റെ ചരിത്രം പഠിക്കണം. അബൂദർ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീലേ, ജിബ്രീലേ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്വറു ഫിൽ അർളി. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് മാതാ അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാൻ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. മലക്കുകളുടെ ലോകത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയാ അബൂദർ റളിയല്ലാഹു തആല അൻഹു. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കൂല. കള്ളു കുടിച്ച തീർത്തതല്ല, പെണ്ണ് പിടിച്ച തീർത്തതല്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല, നാളത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തു വെക്കൂല. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും പൈസ സൂക്ഷിച്ചു വെച്ചാൽ, ആരെങ്കിലും വലിയ വീട് പണിതാൽ, വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്ക്, പിടിച്ചു പറിക്കുമായിരുന്നു. പാവങ്ങൾക്ക് കൊടുക്കാൻ വഅദ് പറയുമായിരുന്നു. ആ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം നാട് കടത്തുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വഅദ് പറയുന്നത് കാരണം പരാതി വന്നപ്പം നാട് കടത്തുകയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒറ്റ വീട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണസമയം എടുത്തപ്പോ തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ, എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. എന്നിട്ട് മക്കളെ വിളിച്ചെടുത്തിരുത്തി, ഭാര്യ വിളിച്ചെടുത്തിരുത്തി. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, മക്കളെ, വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്. നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. ഉപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല. ഉപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും മക്കളെ. ഉപ്പാടെ കയ്യിലൊന്നുമില്ല. ഉപ്പ ഇന്നും മരിച്ചാ കഫം തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ 5 പൈസയില്ല. മക്കളെ, ഞാൻ ഇന്നും മരിച്ചാ എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഒരു നല്ല വസ്ത്രം പോലും ഈ വീടിന്റെ അകത്തില്ല. വാപ്പ അത്രയും പാവപ്പെട്ടവനാ, ഉപ്പ അത്രയും പാവപ്പെട്ടവനാ. പണ്ടത്തെ ഉമ്മമാരെ, നിന്റെ ഉമ്മ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നല്ലോ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുമ്പോ നിന്റെ ഉമ്മ നിന്നോട് പറയും, മോളെ ഇതേ ഉള്ളു മോളെ, കളയല്ലേ, ഇത് ഉപ്പ രക്തം വിയർപ്പാക്കിയതാണ്, കളയരുതെന്ന് പറഞ്ഞു വാരിത്തന്ന ഉമ്മ. അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, ഉപ്പ മരിച്ചാ കഫം തുണി വാങ്ങാൻ പൈസയില്ല. ഒരു നല്ല കീറാത്ത തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. എന്നാലും എൻ്റെ മക്കള് പേടിക്കരുത്, എൻ്റെ മക്കള് വിഷമിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഉപ്പാനെ കുളിപ്പിക്കണം, ഉപ്പാനെ കുളിപ്പിക്കണം. എന്നിട്ട് എന്നെ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എൻ്റെ ജനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം. അതാ ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ടാ എൻ്റെ മക്കള് പറയണം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാ. മയ്യത്ത് പുതിയ കഫം തുണിയില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിയാൻ പറയണേ മക്കളെ. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. മക്കളുപ്പാനെ കുളിപ്പിച്ചു, മക്കളുപ്പാനെ കുളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞതുപോലെ ജനാസ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം നോക്കുമ്പോ ഒരു സംഘം വരികയാ. ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുമോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവനെ അവരിങ്ങനെ വരുമ്പോ മക്കള് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. കഫം തുണി വാങ്ങാ പൈസയില്ല, കഫം തുണി ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്തപ്പോ നിങ്ങൾ ധരിച്ച കഫനതാ, നിങ്ങൾ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന് ഒന്ന് കഫം പൊതിഞ്ഞ് കബറടക്കുവോ? മക്കളവിടെന്ന് പറയുമ്പോ സൽമാനുൽ ഫാരിസി തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ? മയ്യത്ത് തുണി വാങ്ങാൻ പോലും പണമില്ലാത്ത പാവപ്പെട്ടവനാരാ? മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങുയർത്തുമ്പോ കിടക്കുന്നതാരെന്നറിയോ? മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയേ, പടച്ചവനെ, സൽമാനുൽ ഫാരിസി തങ്ങൾ വിളിച്ചു പറയുകയാ, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോ ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്. ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അബൂദറെ, നീ തനിച്ചാണ് മരിക്കുന്നത്, നിന്നെ തനിച്ചാണ് കബറടക്കുന്നത്, നീ ഒറ്റയ്ക്കാണ് പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാ. അതുകൊണ്ട് ഉമ്മമാരെ, പണ
അകത്തിന്റെ ആർത്തികളാ, നിന്റെ അത്യാഗ്രഹങ്ങളാ. മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട, പട്ടിണിയാകുമെന്നുള്ള പേടി വേണ്ട. തവക്കൽതു അലല്ലാഹ്, നിന്റെ ജീവിതത്തിൽ പറയാ നീ തയ്യാറായ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലർസുഖതും കമാ തുർസഖു തയ്ർ തഉദു ഖിമാസാ വതർഹു ബിതാനാ. അല്ലാഹു നിന്റെ ഉപജീവനത്തിലെ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ തവക്കൽതു അലല്ലാഹ്. മക്കളെ സ്കൂളിൽ വിട്, പഠിക്കാൻ വിട്, നല്ല കാര്യങ്ങൾക്ക് വിട്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പഠിപ്പിക്ക്. എന്നിട്ട് മക്കൾക്ക് ഉപദേശം കൊട്. കഞ്ചാവ് കച്ചവടം നടത്താനല്ല, ആവശ്യമില്ലാത്ത കച്ചവടങ്ങൾ നടത്താനല്ല. നിങ്ങളുടെ മക്കൾക്ക് എന്തിനാ ചെറുപ്പത്തിൽ പൈസ? ഞാൻ ചോദിക്കുന്നത്, ഈ 15 വയസ്സുകാരൻ എന്തിനാ ഉമ്മ പൈസ? പിന്നെ വാപ്പ എന്ന് പറഞ്ഞ ഒരു സാധനം വീട്ടിയിരിക്കണ എന്തിനാ? 15 വയസ്സുകാരൻ മൊബൈൽ വേണം, നീ ഉണ്ടാക്കിയിട്ട് വേടിയിരടാ. വാപ്പ പറയുക, നീ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് മൊബൈൽ മേടിച്ചോ, നിന്റെ ചെലവിനുള്ളത് നീ തന്നെ കണ്ടുപിടിച്ചോ. കഞ്ചാവ് കച്ചവടത്തിന് പോകാതെ പിന്നെ എന്താ കുടിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ വാപ്പ എന്ന് പറഞ്ഞ് നീ എന്തിനാ ജീവിക്കണേ? വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് കുബൂസും വെള്ളവും കുടിച്ചുകൊണ്ട് കഷ്ടപ്പെടുമ്പോ സ്വന്തം മക്കളെ നോക്കാൻ പറ്റാതെ ഇറക്കി വിട്ട് നടക്കുന്ന ഉമ്മമാർ. രാത്രി നിങ്ങൾ ഈ റോഡിലൂടെ നിന്ന് സഞ്ചരിക്കുക. നിങ്ങൾ രാത്രി വീടിനകത്ത് പുതച്ച് കിടന്നാ പോരാ. രാത്രി കാലങ്ങളിൽ 12 മണി, 1 മണി, 2 മണി സമയത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ ഒരു 20-30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെയും നിങ്ങൾ കാണൂല. ഈ റോഡിന്റെ ഓരത്ത് കാണുന്ന കടകളിലും കടത്തിണ്ണകളിലും ഒരു 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയെങ്കിലും കാണണമെങ്കിൽ മംഗലാപുരത്ത് നിന്ന് വണ്ടി കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറെ കാണണം, അതേ കാണൂ. അല്ലാതെ ഒരു 30 വയസ്സിന് താഴെ മുകളിലോട്ട് പ്രായമുള്ള ആരെയും കാണൂല. ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള പറവകളെ കാണണമെങ്കിൽ ഒന്നിങ്ങനെ ഇറങ്ങി നടന്നു നോക്കണം. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് റൂമിനകത്ത് കിടക്കുന്നു എന്ന് നീ വിചാരിക്കുന്ന മക്കൾ അവിടെ ഉണ്ടോന്ന് പോയി നോക്ക്. ഓരോ ഉമ്മമാര് മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുക, നീ എപ്പോഴെങ്കിലും വന്ന് തുറന്നു കയറ്. നീ രാത്രി 12 മണിക്ക് വന്ന് വിളിച്ചാ എന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ താമസിച്ചാ നമ്മുടെ ഉമ്മ ഉറങ്ങോ? നമ്മുടെ ഉമ്മ ഉറങ്ങോ? നമ്മുടെ വാപ്പ ഉറങ്ങിയാലും ഉമ്മ ഉറങ്ങോ? ഉമ്മ ഇങ്ങനെ മോനെയും കാത്തിരിക്കുക. മോൻ എന്തേ ഒരു അനക്കം കേട്ടാ മോൻ വന്നോ എന്ന് പറഞ്ഞ് കാത്തിരിക്കും ഉമ്മ. നമ്മളെ വീട്ടിലേക്ക് രാത്രി താമസിച്ച് കയറിപ്പോയാൽ ഉമ്മ വഴക്ക് പറയും, ഇവിടെ പോയിരുന്നടാ ഇത്രയും നേരം. അവിടെ ഇവിടെയും കൂട്ടുകാരുടെ കൂടെ നടന്നിട്ട് ഉറക്കം ഒഴിഞ്ഞു, വല്ലതും തിന്നോ മോനെ, വല്ലതും കഴിച്ചോ മോനെ? ഉമ്മ ചോദിക്ക. രാത്രി 11 മണിക്ക് 12 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടും ഉമ്മയുടെ തലയിൽ കിടക്കുന്ന ഷാൾ എടുത്തിട്ട്, എൻ്റെ മോന് പടച്ചവനെ തണുപ്പ് വല്ലതും പറ്റിയോ, മഞ്ഞു വീണില്ലേ, പനി പിടിക്കൂലേ എന്ന് പറഞ്ഞ് തല തടകി തന്ന് വീട്ടിൽ കയറ്റിയിട്ട് ചോദിക്കാം, മോനെ വല്ലതും കഴിച്ചോടാ, ഉപ്പാനെ വിളിക്കണ്ട വാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം തന്ന് വളർത്തുമായിരുന്നു നമ്മുടെ ഉമ്മ. ഇന്നത്തെ പെണ്ണുങ്ങള് മകന്റെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുക, നീ എപ്പോഴെങ്കിലും വന്ന് തുറന്നു കയറിക്കോളാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ നെഞ്ചത്തടിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല സഹോദരി. നിന്നെ ഒന്നും അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. 5 നേരം നിസ്കരിക്കുന്ന പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയ ഉപ്പമാരൊക്കെ കേട്ടോ, നീയൊക്കെ വെറുതെയാ. ഈ നിസ്കാരവും ഈ നിസ്കാരത്തഴമ്പും ഈ ഇബാദത്തും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിന്നെ ഒന്നും അല്ല ഒരിക്കലും വെറുതെ വിടൂല. അള്ളാഹു നിങ്ങളെ ഒരുത്തനെയും വെറുതെ വിടൂല. നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ച 3 വിഭാഗമാ. കള്ളുകുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനുമല്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ഒന്ന് കരുണ പോലും കാണിക്കാത്ത 3 വിഭാഗം. അതിലെ ഒരു വിഭാഗം വാപ്പയാ. അതിലെ ഒരു വിഭാഗം വാപ്പയാ. തൻ്റെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റ് തിരുത്താത്ത വാപ്പ, നിനക്ക് എവിടൊക്കെ തഴമ്പുണ്ടെങ്കിലും നീ എത്ര ഹജ്ജ് ഉംറയും ചെയ്തവനാണെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിടത്തില്ല റബ്ബ് നിന്നെ. നിന്നെയായിരിക്കും ആദ്യം നരകത്തിലിടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു മക്കളെ ഉപദേശിച്ചത്. മക്കൾ നന്നാകാൻ വേണ്ടി നിസ്കരിക്കാൻ പോലും പോകാതെ കിടക്കുന്ന മക്കളുണ്ട്. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കൾ, എന്തേ നിങ്ങൾ ഖുർആൻ ഓതി നോക്കാത്തത്? നിങ്ങൾ എന്തിനെത്ര ടെൻഷനും ബേജാറാവണത്? എന്തിനെത്ര പേടിക്കണേ? കുടുംബ പ്രാരാബ്ദങ്ങൾ നിന്റെ തലയിൽ വീഴുന്നുള്ള പേടി എന്ന് നീയാണോടെ മനുഷ്യ ഉണ്ടാക്കണേ? അതെന്ത് ഇതുവരെ തിരിയാത്ത എന്താ? ഉസ്താദെ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആര് ഭക്ഷണം കൊടുക്കും? എൻ്റെ മക്കളെ ആര് കെട്ടിക്കും? എൻ്റെ മക്കളെ ആര് നോക്കും? എടാ, നീ മരിച്ച ആര് നോക്കൂടാ? അതെന്താ ചിന്തിക്കാത്ത? ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നീ ചത്ത ആര് നോക്കും? നിന്റെ പെണ്ണുമ്പിള്ളേ, നീ മരിച്ചുപോയാൽ നിന്റെ ഭാര്യയെയും മക്കൾക്കും ആര് ചെലവിന് കൊടുക്കും? നീ കബറിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുവോ? ചിന്തിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്തിരി കടുത്തു പോയാലും നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഞാൻ ചോദിച്ചത് എന്ത് നിങ്ങൾ ചിന്തിക്കാത്ത? അള്ളാഹു ചിന്തിക്കാൻ വിറച്ച് ഇറച്ചിക്കോഴിയെ പോലെ ഇങ്ങനെ നടന്നാൽ പോരാ, ചിന്തിക്ക്. അള്ളാഹ് പറഞ്ഞില്ലേ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചിന്തിക്കാൻ. വെറുതെ വയലും കേട്ടിട്ട് എന്തൊക്കെയോ ഓളം കാണിച്ചിട്ട് പോകുന്നതിൽ കാര്യമില്ല. ചിന്തിക്ക്. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുത്തൻ്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള വഴി വേറെയുണ്ടല്ലോ. മരിക്കുന്ന കാലം വരെ നിന്റെ ഭാര്യയും നിന്റെ മക്കളും പട്ടിണി കിടക്കൂല. ഒരാളുടെ മുന്നിലും പിരിവിന് പോകേണ്ട അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള വഴി അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് 10:30 എന്ത് വേണം? അള്ളാഹു പറയുന്നു, നീ ഒരു ടെൻഷനും അടിക്കണ്ട, ഒരു ബേജാറും നിനക്ക് വേണ്ട. മരിക്കണ കാലം വരെ നീയും നിന്റെ കുടുംബവും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിച്ച് നല്ലവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുമോ? ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുമോ? ഒന്ന് കൈവെക്കുക. എല്ലാവരും കൈവെക്കുവാണെങ്കിൽ ഞാൻ വഴുതു പറയും. ഭൂരിഭാഗത്തിനല്ലേ അപ്പം അല്ലേ? ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കണമെന്നാ. ഇൻഷാ അല്ലാഹ്. എന്നാ ഞാനും ഇരിക്കാം. ഞാൻ ഇരുന്നോട്ടെ ഇൻഷാ. ഒന്ന് എഴുന്നേക്കണം. അത്യാവശ്യമുള്ളവർ ഓടട്ടെ. അതുകൊണ്ട് പോകേണ്ടവർ പോകട്ടെ, അല്ലാത്തവർ ഇങ്ങോട്ട് കയറിയിരുന്നേ. ഇനി ശബ്ദം ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറി കേട്ടോ. നിങ്ങളെ മുഖം കാണാൻ. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ? ഇന്ന് ലാസ്റ്റ് ദിവസം ഇങ്ങോട്ട് കയറി നിങ്ങളൊക്കെ ഒന്ന് കാണാൻ. ഇനിയിപ്പോൾ ഇനി എപ്പോഴും അടുത്ത റാത്തീബിന് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അൽഹംദുലില്ലാ കയറിയിരിക്കുക. അൽഹംദുലില്ലാ. ഈമാനുള്ളവര് പെട്ടെന്ന് തിരിഞ്ഞു നോക്കല്ലേ. അല്ല, ചിലപ്പോ നീ സ്വർഗത്തിൽ പോകുന്നത് ഈ ഒരൊറ്റ നന്മ ചെയ്തിട്ടായിരിക്കും. ഈ ഒരൊറ്റ നന്മയ്ക്ക് പകരമായിരിക്കും അള്ളാഹ് സ്വർഗം തരുന്ന. അള്ളാഹ് അത്രയും കരുണയുള്ളവനാ. കയറിയിരിക്കുക. അബ്രാരി ഉസ്താദെ, ഇസ്മായിൽ കാസിമി, അബ്രാരി ഒന്ന് കയറിയിരിക്കുക. മിക്കതാതെന്തേ അബ്രാരിയെ പൊക്ക്. ഇങ്ങോട്ട് കയറി. മിക്കതാതെ പൊക്ക്. ഇങ്ങോട്ട് വാ. അവിടെ ഇരിക്കണ ഗേറ്റിന് അവിടെ ഇരിക്കണ കാക്ക ഇങ്ങ് എഴുന്നേറ്റ് വാ. ആ ഗേറ്റിന്റെ അവിടെ ഇരിക്കണ 4 സഹോദരങ്ങൾ പൊങ്ങ്. പക്ഷെ അത് ഇങ്ങോട്ട് കയറി വാ. എന്നോടല്ല പറയണ ഉസ്താദ് എന്ന് പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പെട. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അബ്രാരി ഇസ്മായിൽ പാടും. ഞങ്ങളുടെ നാട്ടുകാരനാ, കാസർഗോഡ് മുബാറക്ക് മസ്ജിദിലെ ഖത്തീബ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇസ്മായിലെ രണ്ടുപേരും ഉസ്താദന്മാരാവാ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങോട്ട് നോക്ക്. എന്തിനാ പേടിക്കണത്? ഉസ്താദ് എന്റെ ഭാര്യ പട്ടിണിയാവും, എന്റെ മക്കള് പട്ടിണിയാകും. എങ്ങനെ ഉസ്താദ് ഞാൻ അവരെ പോറ്റണേ? ഞാൻ എന്താ ചെയ്യാ? ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒറ്റ ആയത്ത് പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം. കയറബ്രാരി റാത്തല്ലേ? ചോറൊക്കെ കഴിച്ചാ? കഴിച്ചില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. ഞാനും കഴിച്ചില്ല. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇൻഷാ അല്ലാഹ്. ഇരിക്കും. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. ഉസ്താദിന് പറയില്ല, പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ മക്കളെ പോയി വിളിക്കും, നിസ്കരിക്കടാ. എവിടെ മക്കള് കിടന്നുറങ്ങാ? വാപ്പ പോയിട്ട് വിളിക്കാം, ഉമ്മ പോയിട്ട് നിസ്കരിക്കടാ. എഴുന്നേക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ?
7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണോടാ മക്കളെ? അടിക്കണം. കണ്ടാ അല്ലേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, പെണ്ണുങ്ങളൊന്ന് കൈപൊക്കിക്കേ. ട്യൂഷന് പോകാത്തതിന്റെ പേരിൽ തല്ലിയിട്ടുണ്ടോ മക്കളെ? ഇങ്ങനെ പൊക്ക്, 2 കൈയും. ഉണ്ട് ഉസ്താദേ. എടാ വാപ്പ, നീ പള്ളിയിൽ നിസ്കരിക്കാൻ പോകും, ബാങ്ക് വിളി കേട്ടിട്ട് നീ പോവാ, കൂടെ കിടക്കണ ആമീനെ തിരിഞ്ഞങ്ങോട്ട് കിടക്കാൻ തലയെ കൂടെ ഇട്ടുണ്ട്. അവക്ക് പിന്നെ നിസ്കാരമൊന്നും ഇല്ലല്ലോ. ഇറങ്ങി പോകണ നിന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോ ഇടതുഭാഗത്ത് പ്രായപൂർത്തിയായ മകൻ കിടക്കുന്നുണ്ട്. മോനെ വാടാന്ന് പറഞ്ഞ് വിളിക്കുവോ? വിളിക്കത്തില്ല. കാരണം നിനക്ക് മാത്രമല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ, അവർക്കൊന്നും ഇല്ലല്ലോ. നീ ഒറ്റയ്ക്കല്ല പോണ്ടത്, പോകുമ്പോ ആമിനായി മക്കളെയും കൂടെ കൊണ്ടുപോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിക്കിടക്കും. നിസ്കരിക്കാത്ത മകനൊന്നുമല്ല, ചിലപ്പോഴൊക്കെ ഉറങ്ങും. ചെറിയ കുട്ടികളല്ലേ, ചില സമയങ്ങളിൽ മടി കാണിച്ചിട്ട് ഉറങ്ങുമ്പോ അടുത്തു പോകും. മോനെ വാടാ, മോനെ പള്ളിയിൽ പോകാം. ഉപ്പച്ചി എനിക്ക് വയ്യുപ്പ, മോനെ മോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മോനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ എഴുന്നേക്കടാ, നിസ്കരിക്കാൻ പോകാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാ മോനെ നിസ്കരിക്കാൻ പോകാം. ഇല്ലുപ്പാന്ന് പറഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അവിടെ നിന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറഞ്ഞു കൊടുക്കുന്ന, മോനെ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. മോനെ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. മോനെ ആരുടെ മുന്നിലും കൈനീട്ടണ്ട, ഒരിടത്തും പിരിവിന് പോകണ്ട, യാചിക്കണ്ട, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. മോനെ എഴുന്നേക്കടാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞതാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നമസ്കരിക്കുമോ, ഞാൻ തരും ഭക്ഷണം. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൊറോണ ഉണ്ടെങ്കിലും, ഗൾഫിൽ നിന്ന് പിരിച്ചുവിട്ടാലും നിനക്ക് ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. ഹലാല്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ആര് തരും? എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് ഉസ്താദേ, നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലേ? നമുക്ക് സമയം കിട്ടുമ്പോ. പെണ്ണുങ്ങൾ നോക്കിക്കേ, 12 എത്രക്കാ ഉസ്താദേ ബാങ്ക് ളുഹർ? 12:10 12:15 12:20 ബാങ്ക് ഇല്ലേ? ഈ പെണ്ണുങ്ങൾ എപ്പോഴാ ളുഹർ നിസ്കരിക്കുന്നത്? ഇവിടുത്തെ പള്ളിയിൽ നിന്ന് 12:15 ളുഹറിന്റെ ബാങ്ക് വിളിക്കും. നിന്റെ ഭാര്യ നിസ്കരിക്കണം എപ്പോഴാ? ചോറ് ആദ്യം മീൻ വെട്ടണം, പച്ചക്കറി അരിയണം, ചോറ് വെക്കണം, കറി വെക്കണം, തൂത്തുവാരണം, സർവ്വതും ചെയ്ത് കുളിച്ച് ഒരുങ്ങിയിട്ട് ഒരു 3 മണിയാകുമ്പോൾ പോയിട്ടൊരു 4 റക്അത്ത് നിസ്കരിക്കും. ഏത് മദ്ഹബ്? ഏത് മദ്ഹബ്? പിന്നെന്തിനാ 12:10 ബാങ്ക് വിളിക്കണം? 3 മണിക്ക് വിളിച്ചാ പോരെ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹ് എന്തിനാ പിന്നെ സമയം വെച്ചിരിക്കണം? എടാ, നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ മുഅദ്ദിൻ? എന്തിനാ ബാങ്ക് വിളിക്കണേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണില്ലല്ലോ? ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണില്ലല്ലോ. എന്തിനാ 15 മിനിറ്റ്? എന്തിനാ മനുഷ്യ 15 മിനിറ്റ് വെച്ചിരിക്കുന്ന ജമാഅത്തിന്? പോകാനല്ലേ?
നീ എപ്പോഴും കടയിൽ കച്ചവടം. ഓ കാലിൻ്റെ മുകളിൽ കാലും വെച്ചിരിക്കുക വീട്ടിൽ. നിനക്ക് ആകാശത്തുനിന്ന് മഞ്ഞും സെൽവി അല്ല ഇറക്കിത്തരും, കാത്തിരുന്ന നീ. ഗൾഫിൽ കിടന്നായിരുന്ന കച്ചവടം മൊത്തം യത്തീം ഖാനയിലായി. ഇപ്പം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ. ലൈൻ ശക്കർത്തും ലസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്ക് തരാനും അറിയാടാ, പടച്ചോന് സമ്പത്ത് തരാനും അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അള്ളാഹിക്ക് അറിയാം കേട്ടാ. മറന്നു പോരുത് നീ. രണ്ടും അള്ളാഹിനറിയാം. പണക്കാരന്മാരെ പാവപ്പെട്ടവനാക്കാനും പാവപ്പെട്ടവനെ പണക്കാരനാക്കാനും അള്ളാഹിക്ക് കഴിവുണ്ട്. ഒറ്റ ദിവസം നേരം വെളുത്തപ്പോ എത്രയോ കൊലകൊമ്പന്മാരൊന്നുമില്ലാതെ യത്തീംഖാനയിലായ ചരിത്രമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാറൂനിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ സർവ്വതും തീർന്നുപോയേ. നമ്രൂദിന്റെ ചരിത്രം എടുത്തു നോക്ക്, കാറൂനിന്റെ ചരിത്രം എടുത്തു നോക്ക്. വലിയ കോടിപതിയായിരുന്നല്ലോ, നിനക്കൊന്നും ചിന്തിക്കാനും പറ്റൂല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആ കാറൂനിന്റെ അല്പമുള്ളവന്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ സമ്പത്തിന്റെ കണക്കെടുത്തിട്ട് കാറൂനിന്റെ കണക്കെടുത്ത് നോക്കുമ്പോ അതിലെ 10% ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിൽ പണം. പക്ഷെ കാറൂനിന്റെ സമ്പത്ത് അത്രേ. എനിക്കറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർണം ഇങ്ങനെ വാരി വെതറുമായിരുന്നു, പൂക്കളിടുന്നത് പോലെ. ഘോഷയാത്ര നടത്തുമ്പോ സ്വർണം ഇങ്ങനെ വാരിയിടും. ഇന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവന്റെ ഖജനാവിന്റെ താക്കോലുകൾക്ക്, അവന്റെ ഖജനാവിന്റെ താക്കോല് തന്നെ തൂക്കാൻ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു. അത്രയും വലിയ സമ്പന്നൻ, ദുനിയാവിൽ സ്വർഗം പണിതവൻ. പക്ഷേ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, അവിടെ നിന്ന് ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കും പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കാറൂൻ 6 ഗുണപാഠങ്ങളാ കാറൂനിന്റെ ചരിത്രം പറയുന്നത്. 6 ഗുണപാഠം നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പറയുകയാ, നിസ്കരിച്ചാ മതി ഉമ്മ. ഇന്ന് മുതൽ, നാളെ സുബഹി മുതൽ മക്കളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്ക്. കഞ്ചാവ് കച്ചവടത്തിന് പോകണ്ടടാ, നിസ്കരിച്ചാ മതിയടാ. മരിക്കുന്ന കാലം വരെ ഹലാല് തിന്നുകൊണ്ട് കിടക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.